ഉദ്യോഗാർത്ഥികളെ, LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. ദിവസേന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഉത്തരകാശിയിലെ സിൽക്കാരിയിൽ ഉത്തരാഖണ്ഡ് തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്കു ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരകാശിയിലെ സിൽക്കാരിയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ 17 ദിവസങ്ങൾക്കു ശേഷം രക്ഷപ്പെടുത്തിയ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ സുരംഗ്. ചാർധാം ദേശീയപാത പദ്ധതിയുടെ ഭാഗമായ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നവംബർ 12-നാണ് തുരങ്കത്തിൽ കുടുങ്ങിയത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൺകൂനകൾ നീക്കിയതിനൊപ്പം നാടൻ പണിയായുധങ്ങൾ കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ ആൾക്കാരെ രക്ഷിക്കുന്ന റാറ്റ് ഹോൾ മൈനിങ് രീതിയും അവലംബിക്കുകയുണ്ടായി. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവയെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ചാർധാം. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമേത്? ബോയിങ് 787 ഡ്രീം ലൈനർ. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനം ബോയിങ് 787 ഡ്രീം ലൈനർ. നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ബോയിങ് വിമാനമേ. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച അന്റാർട്ടിക്കയിലിറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമേത്? ബോയിങ് 787 ഡ്രീം ലൈനർ. പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച അന്റാർട്ടിക്കയിലിറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനമേത്? ബോയിങ് 787 ഡ്രീം ലൈനർ. നോർത്ത് അറ്റ്ലാന്റിക് എയർവേസ് ആണ് ദക്ഷിണ ധ്രുവത്തിലെ ട്രോൾ എയർഫീൽഡിലുള്ള ബ്ലൂ ഐസ് റൺവേയിൽ ബോയിങ് വിമാനമിറക്കി ചരിത്രം സൃഷ്ടിച്ചത്. ഇതോടെ ബോയിങ് വിമാനം കീഴടക്കുന്ന 6ാമത്തെ വൻകരയായി അന്റാർട്ടിക്ക മാറി. നോർവേയുടെ ദക്ഷിണധ്രുവ പര്യവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 45 ഗവേഷകരും പര്യവേഷണത്തിനുള്ള 12 ടൺ ഉപകരണങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 വിശ്വസുന്ദരി കിരീടം നേടിയത്? 2023 വിശ്വസുന്ദരി കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. 23 വയസ്സാണ്. നിക്കാരാഗ്വ. 2023 വിശ്വസുന്ദരി കിരീടം നേടിയത് ഷെയ്നിസ് പലാസിയോസ്. 23 വയസ്സ്. നിക്കാരാഗ്വക്കാരിയാണ്. അന്റോണിയ പോർസിൽ തായ്ലാൻഡ്, മൊറായ വിൽസൺ ഓസ്ട്രേലിയ എന്നിവരാണ് 2, 3 സ്ഥാനങ്ങളിലെ എത്തിയത്. 2022 വിശ്വസുന്ദരി ആർബണി ഗബ്രിയേലാണ്. US കാരിയാണ്. ഷെയ്നിസിനെ കിരീടമണിയിച്ചത് 2022 വിശ്വസുന്ദരി ആർബണി ഗബ്രിയേലാണ്. എൽ സാൽവദോറിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിൽ നവംബർ 19-നാണ് മത്സരം നടന്നത്. 72ാം വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ശ്വേത ശർദ ഉൾപ്പെടെ 84 പേർ പങ്കെടുത്തു. 2023 നവംബർ 21-ന് അന്തരിച്ച എഴുത്തുകാരി പി. വത്സല. 84 വയസ്സ്. വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏതാണ്? 2023 നവംബർ 21-ന് അന്തരിച്ച എഴുത്തുകാരി പി. വത്സല. 84 വയസ്സ്. വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏത്? നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി. ഇവയുടെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെല്ല് 1972, ആഗ്നേയം 1974, കൂമൻ കൊല്ലി 1989. നിഴലുറങ്ങുന്ന വഴികൾ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല, ഗൗതമൻ അരക്കില്ലം, വിലാപം, പാളയം തുടങ്ങിയവയാണ് മറ്റ് നോവലുകൾ. വേറിട്ടൊരു അമേരിക്ക, ഗാലറി എന്നിവ യാത്രാ വിവരണങ്ങളും മരച്ചുവട്ടിലെ വെയിൽച്ചീളുകൾ അനുഭവക്കുറിപ്പുകളുമാണ്. അധ്യാപികയായിരുന്ന വത്സല കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായും പ്രവർത്തിച്ചിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം 2021 ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നെല്ല് എന്ന നോവൽ 1974 രാമു കാര്യാട്ട് അതേ പേരിൽ ചലച്ചിത്രമാക്കി. വയലാർ രചിച്ച് സലിൽ ചൗധരി സംഗീതം പകർന്ന കദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലതാ മങ്കേഷ്കറാണ്.
ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാള ഗാനം കൂടിയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൾ. 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൾ. 2009 മാർച്ച് 25-നാണ് അമേരിക്കക്കാരനായ ലെഫ് കെ ബ്രൂക്സ് തൻ്റെ 18-ാം വയസ്സിൽ സജ്ജമാക്കിയ ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനം തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് കൊച്ചിയിലാണ്. റോഡുകളിലെ തിരക്കും ശോചനീയാവസ്ഥ മൂലം വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാൻ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന പദ്ധതിയാണിത്. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ലയാണ് എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ? എക്താ കപൂർ, വീർദാസ്. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് എക്താ കപൂർ, വീർദാസ്. ടെലിവിഷൻ ചലച്ചിത്ര നിർമ്മാതാവായ എക്താ കപൂറിന് ഇൻ്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡും വീർദാസിന് ഇൻ്റർനാഷണൽ എമ്മി ഫോർ കോമഡി അവാർഡുമാണ് ലഭിച്ചത്. ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതിയാണ് എമ്മി അവാർഡുകൾ. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതി. അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം നേപ്പാൾ. അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം നേപ്പാൾ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുക്കുട്ടി 91 ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച CL പൊറിഞ്ചുക്കുട്ടി 91 വയസ്സ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ചിത്രകാരൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാനും കേന്ദ്ര ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായിരുന്നു. ചിത്രകലയിലെ ഏകാന്തപഥികൻ ജീവചരിത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ് അടുത്തിടെ ആവശ്യപ്പെട്ടത്? മാലിദ്വീപ്. ഡോക്ടർ മുഹമ്മദ് മുയിസു എന്ന ആൾ. തങ്ങളുടെ രാജ്യത്തുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഏത് ദ്വീപ് രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ് അടുത്തിടെ ആവശ്യപ്പെട്ടത്? മാലിദ്വീപിലെ പ്രസിഡന്റായ ഡോക്ടർ മുഹമ്മദ് മുയിസു. 2023 നവംബർ 19-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമതായാണ് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? 6ാമത്. 2023 നവംബർ 19-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമതായാണ് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? 6ാമത്. 13ാം ലോകകപ്പ് ക്രിക്കറ്റിൽ 10 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച ഇന്ത്യയെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 1987, 1999, 2003, 2007, 2015 വർഷങ്ങളിലാണ് ഇതിനു മുൻപ് ഓസ്ട്രേലിയ ജേതാക്കളായത്. ഡേവിഡ് ഹെഡാണ് ഓസ്ട്രേലിയ 137 റൺസ്. പ്ലെയർ ഓഫ് ദ മാച്ച് ഡേവിഡ് ഹെഡാണ്. വിരാട് കോഹ്ലി ഇന്ത്യ 765 റൺസ്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ്, അതായത് 765 റൺസ് എന്ന റെക്കോർഡും കോഹ്ലിയുടെ പേരിലായി. ക്യാപ്റ്റന്മാർ നോക്കുകയാണെങ്കിൽ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയ, രോഹിത് ശർമ്മ ഇന്ത്യ. അപ്പോൾ ക്യാപ്റ്റന്മാരാണ് പാറ്റ് കമിൻസും രോഹിത് ശർമ്മയും. 10 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പങ്കെടുത്തത്. 48 മത്സരങ്ങൾ നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ ഫിയ QD-10. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോണാണ് ഫിയ QD-10. ചേർത്തല സ്വദേശികളായ ദേവിക ചന്ദ്രശേഖരൻ, ദേവൻ ചന്ദ്രശേഖരൻ എന്നീ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ അഗ്രിടെക് സ്ഥാപനമായ ഫ്യൂസ് ലൈറ്റ് ഇന്നോവേഷൻസ് ആണ് ഡ്രോൺ വികസിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുന്ന ഗാസയിൽ 4 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്?
ഏതു രാജ്യം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതിനെ തുടർന്നാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുന്ന ഗാസയിൽ 4 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്? ഖത്തർ. ഈജിപ്ത്, US എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഖത്തർ ദോഹയിൽ നടത്തിയ ചർച്ചകളാണ് ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിലെ ആദ്യ വെടിനിർത്തലിന് സാഹചര്യമൊരുക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ എത്രാമത്തെ വനിതാ ജഡ്ജിയായിരുന്നു അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് M. ഫാത്തിമ ബീവി? 96 വയസ്സ്. ആദ്യത്തെ ജഡ്ജി തന്നെയായിരുന്നു. 1989 മുതൽ 1992 വരെയാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായിരുന്നത്. 1997 മുതൽ 2001 കാലത്ത് തമിഴ്നാട് ഗവർണർ പദവി വഹിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ മുസ്ലിം ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ, തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത തുടങ്ങിയ പ്രത്യേകതകളും ഇവർക്കുണ്ട്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു. നീതിയുടെ ധീരസഞ്ചാരം ജീവചരിത്ര കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിൻ്റെ ക്യാപ്റ്റനായ മലയാളിയാണ് മിന്നുമണി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിൻ്റെ ക്യാപ്റ്റനായ മലയാളി മിന്നുമണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിതാ താരമാണ് മാനന്തവാടി സ്വദേശിനിയായ മിന്നുമണി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കലയാണ് മിമിക്രി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കലയാണ് മിമിക്രി. കേരള സംഗീത നാടക അക്കാദമിയുടെ പട്ടികയിൽ മിമിക്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമാവലിയിൽ വരുത്തിയ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകി. വിനോദത്തിനായി ആരെയെങ്കിലുമോ എന്തിനെയെങ്കിലുമോ അനുകരിക്കാനുള്ള കഴിവ് എന്നാണ് നിയമാവലിയിൽ മിമിക്രി നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് അതായത് CEO ഏതാണെന്ന് ചോദിച്ചാൽ മിക്ക. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO മിക്കയാണ്. പോളിഷ് കമ്പനിയായ ഡിക്ടോറാണ് മിക്കയ്ക്ക് CEO പദവി നൽകിയത്. ഡിക്ടഡോറും ഹോങ്കോങ് ആസ്ഥാനമായ ഹാൻസൺ റോബോട്ടിക്സും ചേർന്നാണ് മിക്കയെ വികസിപ്പിച്ചത്.